1 സാമുവേൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നിന്നുമുള്ള 48 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 39. എൽക്കാന ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു? എ. ഇസ്രായേൽ വംശജൻ, ബി. എഫ്രായിം വംശജൻ, സി. ദാൻ വംശജൻ, ഡി. സൂഫ് വംശജൻ. ഉത്തരം ഡി. സൂഫ് വംശജൻ. ചോദ്യം 40. എൽക്കാന എവിടെ നിന്നുള്ളവനായിരുന്നു? എ. എഫ്രായിം നാട്ടിലെ റാമാത്തൈമിൽ, ബി. എഫ്രായിം മലനാട്ടിലെ റാമാത്തയിൽ, സി. എഫ്രായിം മലനാട്ടിലെ റാമാത്തൈമിൽ, ഡി. എഫ്രായിം പട്ടണത്തിലെ റാമാത്തൈമിൽ. ഉത്തരം സി. എഫ്രായിം മലനാട്ടിലെ റാമാത്തൈമിൽ. ചോദ്യം 41. ആരായിരുന്നു ഷീലോയിലെ പുരോഹിതന്മാർ? എ. ഏലിയുടെ പുത്രന്മാരായ ഹോഹ്നിയും ഫിനെഹാസും, ബി. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും, സി. ഏലിയായുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും, ഡി. ഏലിയുടെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും. ഉത്തരം ബി. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 42. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായ്ക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? എ. ഒരംശം മാത്രം, ബി. 10-1 സി. പകുതി ഓഹരി, ഡി. ഒരൽപ്പം മാത്രം. ഉത്തരം എ. ഒരംശം മാത്രം. ചോദ്യം 43. ദൈവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ആരാണ് ഇരുന്നിരുന്നത്? എ. വൃദ്ധനായ ഏലി, ബി. വയോധികനായ ഏലി, സി. ദൈവപുരുഷനായ ഏലി, ഡി. പുരോഹിതനായ ഏലി. ഉത്തരം ഡി. പുരോഹിതനായ ഏലി. ചോദ്യം 44. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ആരാണ് അവളെ ശ്രദ്ധിച്ചിരുന്നത്? എ. പുരോഹിതൻ, ബി. ദേവാലയ ശുശ്രൂഷകൻ, സി. ഏലി, ഡി. സാമുവൽ. ഉത്തരം സി. ഏലി. ചോദ്യം 45. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുവന്നത്? എ. കർത്താവിൻ്റെ, ബി. ഏലിയുടെ, സി. പുരോഹിതൻ്റെ, ഡി. ഏലീശായുടെ. ഉത്തരം ബി. ഏലിയുടെ. ചോദ്യം 46. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? എ. അസത്യം, ബി. അഹങ്കാരം, സി. ആത്മപ്രശംസ, ഡി. ഗർവ്. ഉത്തരം ഡി. ഗർവ്. ചോദ്യം 47. ആരുടെ വില്ലുകളാണ് തകരുന്നത്? എ. വില്ലാളിയുടെ, ബി. ധീരന്മാരുടെ, സി. വീരന്മാരുടെ, ഡി. പടയാളികളുടെ. ഉത്തരം സി. വീരന്മാരുടെ. ചോദ്യം 48. ആഹാരത്തിനു വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവർ ആര്? എ. ദരിദ്രർ, ബി. സുഭിക്ഷം ജീവിച്ചിരുന്നവർ, സി. സുഭിക്ഷം ഭക്ഷിച്ചിരുന്നവർ, ഡി. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ഉത്തരം ഡി. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ചോദ്യം 49. കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെ? എ. അഗതിയെ, ബി. ദരിദ്രനെ, സി. അനാഥനെ, ഡി. അശരണരെ. ഉത്തരം എ. അഗതിയെ. ചോദ്യം 50. അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? എ. സ്ഥാനമാനങ്ങൾക്ക്, ബി. ഉയർന്ന സ്ഥാനങ്ങൾക്ക്, സി. ഉന്നതരുടെ സ്ഥാനങ്ങൾക്ക്, ഡി. ഉന്നത സ്ഥാനങ്ങൾക്ക്. ഉത്തരം ഡി. ഉന്നത സ്ഥാനങ്ങൾക്ക്. ചോദ്യം 51. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? എ. സത്യസന്ധരുടെ, ബി. വിനീതരുടെ, സി. വിശ്വസ്തരുടെ, ഡി. വിശ്വാസികളുടെ. ഉത്തരം സി. വിശ്വസ്തരുടെ. ചോദ്യം 52. ആർക്കെതിരായാണ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? എ. ശത്രുക്കൾക്ക്, ബി. പ്രതിയോഗികൾക്ക്, സി. പ്രതികാരമോഹികൾക്ക്, ഡി. ശത്രുപാളയങ്ങൾക്ക്. ഉത്തരം ബി. പ്രതിയോഗികൾക്ക്. ചോദ്യം 53.
മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ലുകൊണ്ട് കുത്തിയെടുക്കുന്നത് ആരാണ്? എ. ദേവാലയ ഭൃത്യൻ, ബി. ഏലിയുടെ പുത്രന്മാർ, സി. പുരോഹിതൻ്റെ ഭൃത്യൻ, ഡി. പുരോഹിതൻ്റെ വേലക്കാരൻ. ഉത്തരം സി. പുരോഹിതൻ്റെ ഭൃത്യൻ. ചോദ്യം 54. സാമുവൽ ധരിച്ചിരുന്നത് എന്ത്? എ. പട്ടുനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, ബി. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, സി. തൊങ്ങലുകൾ പിടിപ്പിച്ചത്, ഡി. സ്വർണ്ണ നൂൽ കൊണ്ട് നെയ്തത്. ഉത്തരം ബി. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. ചോദ്യം 55. കർത്താവ് സാമുവലിനെ ആദ്യം എത്ര തവണ വിളിച്ചു? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം എ. 2. ചോദ്യം 56. സാമുവലിനെ മൂന്നാമത് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് ആർക്കാണ് മനസ്സിലായത്? എ. ഏലിയായ്ക്ക്, ബി. എലീഷായ്ക്ക്, സി. എൽഖാനയ്ക്ക്, ഡി. ഏലിക്ക്. ഉത്തരം ഡി. ഏലിക്ക്. ചോദ്യം 57. എത്ര പ്രാവശ്യം കർത്താവ് സാമുവലിനെ വിളിച്ചു? എ. 2 പ്രാവശ്യം, ബി. 3 പ്രാവശ്യം, സി. 4 പ്രാവശ്യം, ഡി. 5 പ്രാവശ്യം. ഉത്തരം സി. 4 പ്രാവശ്യം. ചോദ്യം 58. മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ ശിക്ഷാവിധി നടത്തും. പൂരിപ്പിക്കുക. എ. ദൈവ അധിക്ഷേപം, ബി. ദൈവദൂഷണം, സി. ദൈവനിന്ദ, ഡി. ദൈവത്തിന് നിരക്കാത്തത്. ഉത്തരം ബി. ദൈവദൂഷണം. ചോദ്യം 59. അവൻ്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാക്കാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ആരുടെ? എ. ഏലി, ബി. സാമുവൽ, സി. ദാവീദ്, ഡി. സോളമൻ. ഉത്തരം ബി. സാമുവൽ. ചോദ്യം 60. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ? എ. എഫ്രാത്തയിൽ, ബി. അഷ്കലോണിൽ, സി. ഷീലോയിൽ, ഡി. ജെറുസലേമിൽ. ഉത്തരം സി. ഷീലോയിൽ. ചോദ്യം 61. സാമുവലിൻ്റെ വാക്ക് ആരാണ് ആദരിച്ചത്? എ. ഇസ്രായേൽ ജനം മുഴുവൻ, ബി. ഇസ്രായേൽ ജനത മുഴുവൻ, സി. ഇസ്രായേൽ ദേശം മുഴുവൻ, ഡി. ഇസ്രായേൽ മുഴുവൻ. ഉത്തരം ഡി. ഇസ്രായേൽ മുഴുവൻ. ചോദ്യം 62. ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? എ. എബനേസറിൽ, ബി. അഫേക്കിൽ, സി. എക്രോണിൽ, ഡി. അഷ്കലോണിൽ. ഉത്തരം എ. എബനേസറിൽ. ചോദ്യം 63. ഫിലിസ്തീർ എവിടെയാണ് പാളയമടിച്ചത്? എ. എബനേസറിൽ, ബി. അഫേക്കിൽ, സി. എക്രോണിൽ, ഡി. അഷ്കലോണിൽ. ഉത്തരം ബി. അഫേക്കിൽ. ചോദ്യം 64. എവിടെ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? എ. ഗിലയാദിൽ നിന്ന്, ബി. ഏദോമിൽ നിന്ന്, സി. എബനേസറിൽ നിന്ന്, ഡി. ഷീലോയിൽ നിന്ന്. ഉത്തരം ഡി. ഷീലോയിൽ നിന്ന്. ചോദ്യം 65. ഡാഷിലേക്ക് ആളയച്ച് ഡാഷ് മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പൂരിപ്പിക്കുക. എ. ഷീലോ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ, ബി. ഷീലോ ബലിപീഠത്തിൻ്റെ, സി. ഷീലോ കെരൂബുകളുടെ, ഡി. ഷീലോ സിംഹാസനത്തിൻ്റെ. ഉത്തരം സി. ഷീലോ കെരൂബുകളുടെ. ചോദ്യം 66. ആരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്നാണ് ഫിലിസ്തീർ തിരക്കിയത്? എ. ഇസ്രായേല്യരുടെ, ബി. ഹെബ്രായരുടെ, സി. യഹൂദരുടെ, ഡി. മൊവാബ്യരുടെ. ഉത്തരം ബി. ഹെബ്രായരുടെ. ചോദ്യം 67. പാളയത്തിൽ ആര് എത്തിയിട്ടുണ്ടെന്നാണ് ഭയചകിതരായ ഫിലിസ്തീർ പറഞ്ഞത്? എ. ദൈവദൂതന്മാർ, ബി. ദൈവപുരുഷൻ, സി. ദേവന്മാർ, ഡി. മല്ലന്മാർ. ഉത്തരം സി. ദേവന്മാർ. ചോദ്യം 68. ആരാണ് ഫിലിസ്തീർക്ക് അടിമകളായിരുന്നത്?
എ ഇസ്രായേല്യർ, ബി ജബൂസ്യർ, സി എദോമ്യർ, ഡി ഹെബ്രായർ. ഉത്തരം ഡി ഹെബ്രായർ. ചോദ്യം 69. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ എത്ര പടയാളികൾ നിലം പതിച്ചു? എ 30,000, ബി 3,000, സി 34,000, ഡി 20,000. ഉത്തരം എ 30,000. ചോദ്യം 70. ഫിനെഹാസിൻ്റെ പുത്രൻ്റെ പേര്? എ ഇസഹാക്ക്, ബി യാക്കോബ്, സി ഇഖാബോദ്, ഡി ഇസാക്കർ. ഉത്തരം സി ഇഖാബോദ്. ചോദ്യം 71. ദൈവത്തിൻ്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? എ എക്രോണിൽ നിന്ന് അഷ്ദോദിലേക്ക്, ബി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്, സി അഷ്ദോദിൽ നിന്ന് എബ്നേസറിലേക്ക്, ഡി എബ്നേസറിൽ നിന്ന് അഷ്കലോണിലേക്ക്. ഉത്തരം ബി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 72. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്തീയ പ്രഭുക്കൾ പറഞ്ഞത്? എ അഷ്ദോദിലേക്ക്, ബി അഷ്കലോണിലേക്ക്, സി ഗത്തിലേക്ക്, ബി എബ്നേസറിലേക്ക്. ഉത്തരം സി ഗത്തിലേക്ക്. ചോദ്യം 73. ഗത്തിലുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? എ അഷ്ദോദിലേക്ക്, ബി അഷ്കലോണിലേക്ക്, സി എബ്നേസറിലേക്ക്, ഡി എക്രോണിലേക്ക്. ഉത്തരം ഡി എക്രോണിലേക്ക്. ചോദ്യം 74. പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? എ തദ്ദേശവാസികൾ, ബി ഫിലിസ്തീയർ, സി ജനങ്ങൾ, ഡി ദേശവാസികൾ. ഉത്തരം എ തദ്ദേശവാസികൾ. ചോദ്യം 75. കർത്താവിൻ്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്തീയരുടെ കൈകളിലായിരുന്നത്? എ 17 മാസം, ബി 7 മാസം, സി 8 മാസം, ഡി 27 മാസം. ഉത്തരം ബി 7 മാസം. ചോദ്യം 76. 6-ാം അധ്യായത്തിൽ ചോദ്യങ്ങൾ മാത്രമുള്ള വാക്യം ഏത്? എ 6:2, ബി 6:3, സി 6:6, ഡി 6:7. ഉത്തരം സി 6:6. ചോദ്യം 77. ആരാണ് ബെത്ഷെമെഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? എ ഫിലിസ്തീയ ജനങ്ങൾ, ബി ഫിലിസ്തീയ പുരോഹിതർ, സി ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ഡി എക്രോണിലെ ജനങ്ങൾ. ഉത്തരം സി ഫിലിസ്തീയ പ്രഭുക്കന്മാർ. ചോദ്യം 78. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബെത്ഷെമെഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്ത്? എ പശുക്കളെ കെട്ടിയ വണ്ടി, ബി ഫിലിസ്തീയ പ്രഭുക്കന്മാരെ, സി പാഞ്ഞെടുക്കുന്ന പടയാളികളെ, ഡി കർത്താവിൻ്റെ പേടകം. ഉത്തരം ഡി കർത്താവിൻ്റെ പേടകം. ചോദ്യം 79. കർത്താവിൻ്റെ പേടകവും സ്വർണ്ണയുരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? എ വയലിലെ ഭൃത്യന്മാർ, ബി ഫിലിസ്തീയ പ്രഭുക്കന്മാർ, സി ദേവാലയ ശുശ്രൂഷകർ, ഡി ലേവ്യർ. ഉത്തരം ഡി ലേവ്യർ. ചോദ്യം 80. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടുവിൻ എന്ന് ആരാണ് പറഞ്ഞത്? എ ഏലി, ബി സാവൂൾ, സി സാമുവൽ, ഡി സാംസൺ. ഉത്തരം സി സാമുവൽ. ചോദ്യം 81. ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എ ബഥേലിൽ, ബി ഗിൽഗാലിൽ, സി മിസ്പായിൽ, ഡി ജഷാനയിൽ. ഉത്തരം സി മിസ്പായിൽ. ചോദ്യം 82. ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമേ എന്ന് ഇസ്രായേൽക്കാർ ആരോടാണ് അപേക്ഷിച്ചത്? എ സാമുവലിനോട്, ബി മോശയോട്, സി ജോഷുവയോട്, ഡി ഏലിയോട്. ഉത്തരം എ സാമുവലിനോട്. ചോദ്യം 83.
മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചത് ആരാണ്? എ ഹന്ന, ബി എൽക്കാന, സി എസക്കിയേൽ, ഡി സാമുവൽ. ഉത്തരം എ ഡി സാമുവൽ. ചോദ്യം 84. ഇതുവരെ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ഇട്ട പേര് എന്ത്? എ എക്രോൺ, ബി ബഥേൽ, സി എബനേസർ, ഡി ഗിൽഗാൽ. ഉത്തരം സി എബനേസർ. ചോദ്യം 85. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം? എ പ്രകാശിതമായ, ബി സഹായശില, സി ദൈവത്തിൻ്റെ ദാനം, ഡി പുണ്യഭൂമി. ഉത്തരം ബി സഹായശില. ചോദ്യം 86. സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏത്? എ മാറ, ബി റാമാത്തയും, സി എഫ്രാത്ത, ഡി റാമ. ഉത്തരം ഡി റാമ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.